സംസ്ഥാന അവാർഡ് കൂടി കിട്ടിയിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? സന്തോഷമുണ്ട്, വലിയ സന്തോഷം. ഞാനിപ്പം അവിടുന്ന് പിന്നെ ഓർഡർ ചെയ്യുന്ന തിരക്ക് പിടിച്ചിറങ്ങിയതാ. അപ്പോൾ ഫോണൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ BSNL എല്ലാം കട്ടായി പോകുന്നു. അപ്പം കുറേ പേര് വിളിച്ച് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരോട് ഞാൻ ക്ഷമ ചോദിക്കുക. കാരണം ഫോൺ പല സ്ഥലങ്ങളിലും റോഡിൽ കിട്ടുന്നില്ലായിരുന്നു. സന്തോഷമുണ്ട്, എനിക്ക് ഒത്തിരി സന്തോഷം. തീർച്ചയായിട്ടും അല്ല, ഒരിക്കലും നമ്മൾ അഭിനയിക്കുമ്പോൾ അവാർഡ് നമ്മുടെ മുമ്പിൽ വരാറില്ല. ഡയറക്ടറാണ് ആദ്യത്തെ അവാർഡ് തരുന്ന ആൾ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഓക്കെ പറയുന്നതാണ് ഏറ്റവും വലിയ അവാർഡ്. പിന്നെ പടം റിലീസ് ചെയ്ത് നിങ്ങൾ മീഡിയയിലുള്ള എത്രയോ പേര് അപ്രീഷിയേറ്റ് ചെയ്തു. ഓരോരുത്തരും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഓരോ പുരസ്കാരങ്ങളാണ്. പടം കണ്ട പ്രേക്ഷകർ ഓരോ തവണ നന്നായിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഹൃദയപൂർവ്വം ഒരു പുരസ്കാരമായിട്ടാണ് ഞാനത് സ്വീകരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും സർക്കാർ തലത്തിൽ നിന്ന് അതിൻ്റെ ഒരു അംഗീകാരമായിട്ട് നമുക്കൊരു സ്കൂളിലൊരു പ്രോഗ്രസ് റിപ്പോർട്ടിൽ നല്ലൊരു മാർക്ക് കിട്ടുന്ന പോലെയാണ്, ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന പോലെയാണ്. ഇത് വലിയ സന്തോഷമുണ്ട്. അല്ല, അങ്ങനെ നമ്മൾ എണ്ണീട്ടില്ല. തന്നത് ഒക്കെ വലിയ സന്തോഷം. ആറാമത്തെ അവാർഡ. തീർച്ചയായിട്ടും പാർവതി ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത്രയും നന്നായിട്ട് ഒരു വർക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പം തീർച്ചയായിട്ടും പാർവതി അതിൽ തീർച്ചയായിട്ടും അർഹിക്കുന്നു ആ കുട്ടി. അത് എനിക്ക് തോന്നുന്നുണ്ട്. പാർവതിയും അത്രയും മികച്ച പ്രകടനമായിരുന്നല്ലോ നടത്തിയിരുന്നത്. അല്ല, അതെന്താ അറിയോ, ആ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ പറയുക, ഫിസിക്കലായിട്ടും മാനസികമായിട്ടും ഒക്കെ ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിച്ച് എന്നാ ചെയ്തിരുന്നത്. കാരണം അരയ്ക്കൊപ്പം വെള്ളം, രാവിലെ മുതൽ വൈകുന്നേരം ഷൂട്ടിംഗ് തീരുന്നവരെ ഒരു 7 മണി 7:30 വരെ ആ വെള്ളത്തിലാണ് നിൽക്കുന്നത്. പിന്നെ വേണം റൂമിൽ പോകാൻ. അപ്പോൾ എൻ്റെ കാലൊക്കെ കുറേ കറുത്തു പോയി ഇപ്പോഴും. പിന്നെ എന്താ പറയുക വെച്ചാൽ കരയത്തില്ല എന്ന് ഞാനാ പറഞ്ഞത് ആ ഡയറക്ടറോട്. കാരണം കുറേ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു ആ ഡയറക്ടർ. അപ്പം ഇതങ്ങനെ ഒരു ഫുൾ ഡാർക്ക്, കാരണം 44 ദിവസത്തോളം ഷൂട്ടിങ് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ചേച്ചിക്ക് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് തീരുമാനിക്കുന്നു, അങ്ങനെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കരയുന്നതാണ് ഏറ്റവും പ്രയാസമെന്ന് ഞാൻ ചിന്തിച്ചില്ല. കരഞ്ഞാൽ അതങ്ങ് പെയ്തൊഴിയും. ഇത് കരയാതെ ഇവിടം വരെ വെച്ച് നിർത്തുന്നത്. എനിക്ക് വൈകിട്ട് പോകുമ്പോൾ ഒരു 2ാമത്തെ 3ാമത്തെ ദിവസം അപ്പോൾ ഈ ഞരമ്പൊക്കെ വേദന എടുക്കുക. കാരണം ഇങ്ങനെ വെച്ച് പിടിക്കണ്ടേ. ഇതിങ്ങനെ ദിവസവും ആയി നോക്കിയപ്പോൾ ഒരു തുള്ളി എന്ന് പറയുന്നത് വീട് വീണ് ഒരു കടലാവുന്നത് ഒറ്റ ദിവസം കൊണ്ടല്ലോ. ഒരു 40 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ശരീരമായിട്ടങ്ങ് ക്ഷീണിച്ചു. രാവിലെ വരുമ്പോൾ ഇങ്ങനെ അങ്ങ് നിൽക്കുക. പിന്നെ എൻ്റെ ഒരു തലകുത്തി മറിച്ചിലുണ്ടല്ലോ, ഞാനായിട്ട് സ്മാർട്ട് ആവാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അല്ലാതെ എന്താ ചെയ്യുന്നത്? കാരണം എല്ലാവരും ഡള്ള്. കൊച്ചൊരു വീട്, ഒരു മരണ വീട്, ഒരു ഡെഡ് ബോഡിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അതുപോലെ തന്നെ നിൽക്കാൻ, മരണ വീട് പോലെ. ഞാൻ മാത്രം ഒച്ച എടുത്ത് തമാശ ഉണ്ടാക്കി പറയും. ഷോർട്ട് കട്ട് പറഞ്ഞാൽ അപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഒരു പ്രാവശ്യം കൂടെ അങ്ങനെ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചിന്തിക്കാൻ വയ്യ എനിക്ക്. ഭയങ്കര തീർച്ചയായിട്ടും എൻ്റെ പല സിനിമകളും അച്ഛൻ്റെ അമ്മ ഞാൻ അങ്ങനെ ചെയ്ത സിനിമയാണ്. അങ്ങനെ ചെയ്ത പല സിനിമകളും എനിക്ക് ആ ഡയറക്ടേഴ്സിനോട് ഒരുപാട് നന്ദി തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ റൈറ്റേഴ്സിനോടും എന്നെ അവർ നിർബന്ധിച്ചത് വെറുതെ ഒരു സിനിമ ഓടാൻ വേണ്ടി മാത്രമല്ലല്ലോ എന്നുള്ളത് എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. കാരണം ക്രിസ്റ്റോയെ ഞാൻ ഈ ഒരു അവസരത്തിൽ എന്നെക്കാട്ടി ഇളയതാണ്, എൻ്റെ അനിയനെ പോലെയാണ്. എനിക്ക് വേണ്ടി കാത്തിരുന്ന് ഓരോ വർഷം വിളിക്കുമ്പോഴും ഞാൻ ചിലപ്പോൾ ഒക്കെ ചൂടായിട്ടുണ്ട്. എനിക്ക് ആർക്കും അഭിനയിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്റ്റോ, വെരി സോറി ക്രിസ്റ്റോ. ഞാൻ ഈ പുരസ്കാരം തീർച്ചയായിട്ടും അത് ക്രിസ്റ്റോയ്ക്ക് കൊടുക്കേണ്ടതാണ്. അയ്യോ, സത്യം പറഞ്ഞാൽ ഞാനിവിടെ എഴുപുന്നയിലൊരു ഷൂട്ടിങ്ങിലാണ്. അപ്പോൾ ഇന്നലെ രാത്രി തൊട്ട് ഓരോരുത്തർ പറയുന്നുണ്ട് ഫൈനൽ ലിസ്റ്റിൽ ഇങ്ങനെ മോനുണ്ട്, മമ്മൂട്ടിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ മെസ്സേജ് വരുന്നു, പറയുന്നു. പക്ഷെ നമുക്കൊന്നും അറിയത്തില്ലല്ലോ. ഇന്ന് കാലത്തെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും പൃഥ്വിരാജിനാണെന്നാണ് കേൾക്കുന്നത്. കുറേ കൂടെ ആ പറച്ചിൽ ഒരു ശക്തി വന്നു. ഇതൊക്കെ നമ്മളിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. എഴുപുന്ന അപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന സംഭവമാണ്. 12, 20, 40 ആയപ്പോഴത്തേക്ക് എല്ലാവരും അഭിനന്ദിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ മെസ്സേജ് വരാമെന്ന്. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഈ അവാർഡ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒക്കെ വലിയ സങ്കടങ്ങളൊന്നും പറയുന്ന ആളല്ല. പക്ഷേ ഇത്തവണ എൻ്റെ മോൻ്റെ കഷ്ടപ്പാട് ആലോചിക്കുമ്പം എൻ്റെ ഈശ്വര, അവനിങ്ങനെ ഒരു അംഗീകാരം കിട്ടിയല്ലോ. ദൈവത്തിനോട് നന്ദി പറയുന്നു, ജൂറിയോട് നന്ദി പറയുന്നു. ഇതിന് അവനെ കാരണക്കാരാക്കിയ
100ഓളം അല്ല, ലക്ഷോപലക്ഷം ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരോട് നന്ദി പറയുന്നത് സത്യം. അവൻ അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ചുമ്മാതല്ല, ഒരുപാട് ഹോംവർക്ക് ചെയ്ത് എല്ലാവരും ഈ ചില്ലറ വിമർശനങ്ങൾ അത് എവിടെ നിന്ന് വന്നെന്ന് അറിയത്തില്ല. ഒരു 10-15 ദിവസമായിട്ട് കുറേ വിമർശനം. മെലിഞ്ഞാൽ മതിയോ, താടി വളർത്തിയാൽ മതിയോ എന്നൊക്കെ ഓർത്ത് ചോദിച്ചു. അല്ല, പിന്നെ വിളിച്ചു, ഞാൻ അവനെ വിളിച്ചു. അപ്പോൾ എനിക്കത് ഞാനീ പറഞ്ഞിട്ടൊരു നിറഞ്ഞ ഹൃദയത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വാക്കുകൾ കറക്റ്റായിട്ട് കിട്ടത്തില്ല. എനിക്കങ്ങനെ ഈ പടത്തിന് പൃഥ്വിക്കൊരു അംഗീകാരം കിട്ടണം. കാരണം അവനവിടെ പോയി കിടന്ന് ആ കൊറോണയുടെ കാലത്ത് കഷ്ടപ്പെട്ടതും 10-30 കിലോ കുറച്ചതും അതൊക്കെയാണോ അഭിനയം എന്ന് ചോദിക്കുന്നവരുണ്ടാവാം. അതും അഭിനയത്തിൻ്റെ ഭാഗമാണ്. പിന്നെ എന്തിനാ 30 കിലോ കുറയ്ക്കുന്നത്? എൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ആ കഥ, സത്യം പറയുകയാണെങ്കിൽ ചില രംഗങ്ങൾ രാജു കരഞ്ഞുകൊണ്ട് യാത്ര ചോദിക്കുന്ന അതൊക്കെ ഒരു അമ്മയാണ് സിനിമയാണെന്ന് അറിഞ്ഞുകൊണ്ട് നോക്കിയിട്ട് ഞാൻ കരഞ്ഞുപോയി, കണ്ണ് നിറഞ്ഞു എനിക്ക്. അതുപോലെ എനിക്ക് ജൂറി എടുക്കാൻ നന്ദിയുണ്ട് നമ്മുടെ ആ ഗോകുലിനെ മെൻഷൻ ചെയ്തതിൽ. ഇടുക്കം മോനത് നല്ല രസമായിട്ട്. കാരണം അതൊക്കെ വാസ്തവത്തിൽ എനിക്ക് ഇത്രയും നല്ല ഒരു തീരുമാനങ്ങളിലേക്ക് ജൂറി ഏകകണ്ഠമായി എത്തിച്ചേർന്നെന്ന് പറയുമ്പോൾ അതിനൊരു വലിയ അഭിമാനം തോന്നുന്നു. 8 അവാർഡ് കിട്ടി. ബ്ലെസ്സിയോടാണ് ഒരുപാട് നന്ദി പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ എത്ര വർഷത്തെ അധ്വാനമായത് അല്ലേ. അപ്പോൾ അത് എങ്ങനെയോ കറങ്ങിത്തിരിഞ്ഞ് നജീബ് എന്ന കഥാപാത്രം പൃഥ്വിക്ക് കിട്ടി. പൃഥ്വി അത് നന്നായിട്ട് ചെയ്തു. ഞാൻ വിമർശനങ്ങൾ പറയുന്ന ആളാണ്. പക്ഷേ ഇതിനകത്ത് എൻ്റെ മോനെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. അവൻ്റെ ശബ്ദം മാറ്റി, അവൻ്റെ ചേഷ്ടകൾക്ക് ഒരു പൃഥ്വിരാജ് എന്നുള്ള ലെവലിൽ നിന്ന് മാറി, കരച്ചിൽ വരെ വേറൊരു സ്റ്റൈലില്ല. അതേപോലെ ഈ മൃഗങ്ങളുടെ കൂടെ കഴിഞ്ഞ് കണ്ടപ്പോഴേ നജീബ് അനുഭവിച്ച ദുരന്തങ്ങളൊക്കെ അയ്യോ, ഞാൻ ഒരു 2-3 പ്രാവശ്യം പറഞ്ഞു എനിക്കൊന്ന് കണ്ടാക്കൊള്ളാമെന്നൊക്കെ. അപ്പം ആറാട്ടുപുഴ സൈഡിലെവിടെയാണ് അദ്ദേഹം താമസം എന്ന് പറഞ്ഞ് എനിക്ക് കുറച്ച് ഈ കാലിലെ അസുഖം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മെയ് മുതലാണ് രണ്ടാമത് അഭിനയിക്കാൻ തുടങ്ങിയത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ ഒന്ന് കണ്ടാക്കൊള്ളാമെന്നുണ്ട്. കാരണം എങ്ങനെ ആ സഹധർമ്മിണി അദ്ദേഹത്തിൻ്റെ സഹിച്ച് ഇത്രയും വർഷക്കാലം ഇരുന്നു, ഒരു സ്ത്രീകൾക്കും പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു കാര്യമല്ല അത്. പക്ഷേ അവിടെയും ഈ പറഞ്ഞ പോലെ പടച്ചമ്പരാൻ ഒരു അനുഗ്രഹം ഉണ്ടായി. എങ്ങനെയോ നജീബ് രക്ഷപ്പെട്ട് വീട്ടിൽ. അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് നമ്മുടെ ജീവിതവും നമ്മുടെ രീതിയും ഒന്നും മനുഷ്യരാൽ തീരുമാനിക്കപ്പെടുന്നതല്ല. അതൊക്കെ മുകളിലൊരാളുണ്ട്, അദ്ദേഹം ആ വഴി കൊണ്ടുപോയിക്കോളും എന്ന് വിശ്വസിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. രാജു ഇപ്പം ബോംബെയിൽ ഒരു ഹിന്ദി പടത്തിന് ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് രാവിലെ തൊട്ടിങ്ങനെ അവിടെ അങ്ങോട്ട് വിളിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. വിളിച്ച് ഈയിടെ ഇപ്പോൾ പല പറയുന്നുണ്ട് ചാനലിൽ മോൻ കണ്ടിരുന്നു ലൈവായിട്ട് സംസാരിച്ചതൊക്കെ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു മോനെ ഇങ്ങനെ ഓരോരുത്തരൊക്കെ വിളിച്ച് പറയുന്നു നീയും ഫൈനൽ ലിസ്റ്റിലാണ്. ആ ഫൈനൽ ലിസ്റ്റല്ലല്ലോ, അവസാനം പുറത്ത് വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം. മോനിങ്ങനെ അത് കേട്ടാണ് ഓവർ എക്സൈറ്റഡാണ്. എനിക്ക് പക്ഷേ സത്യം പറഞ്ഞാൽ ആട് ജീവിതത്തിന് രാജുവിൻ്റെ ഒരു അംഗീകാരം കിട്ടണേ. എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞെന്ത് മാത്രം കഷ്ടപ്പെട്ടു എന്നുള്ള ഒരു അമ്മ എന്നുള്ള നിലയിലുള്ള ഒരാഗ്രഹവും ഉള്ളിലെ വിഷമവും ഒക്കെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് സങ്കടമായി പോയേ. വിമർശനം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇതൊക്കെയാണ്. മെലിഞ്ഞു, താടി വെച്ചു എന്നൊക്കെ പറഞ്ഞാൽ മെലിഞ്ഞാലും താടി വെച്ചാലും വാള് പിടിച്ചാലും കുതിരപ്പുറത്ത് വന്നാലും ഒക്കെ അഭിനയമല്ലേ. ഇപ്പം അതൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എത്രയോ സിനിമ പറയണം. പക്ഷേ വിമർശനങ്ങൾക്കുള്ള മറുപടി എന്ന് പറയാനൊക്കത്തില്ല. എൻ്റെ മോൻ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ടതിൻ്റെ അംഗീകാരം ദൈവം തമ്പുരാൻ കൊടുത്തത് ആ ജൂറിയിലൂടെ. പക്ഷേ ഇത്തവണ ജൂറിക്ക് എനിക്ക് വലിയ സന്തോഷം തോന്നിയത് മോനോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ മെൻഷനിങ് ആ ഗോകുലിന് വന്നില്ലേ. സത്യം ആ മോൻ അത് അർഹിക്കുന്നുണ്ട്. കാരണം മോൻ്റെ സീനുകൾ നമ്മൾ കാണുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. വിളിച്ചായിരുന്നു. അയ്യോ, എൻ്റെ മോനോട് ഞാൻ അങ്ങോട്ടാണ് സംസാരിക്കല് കൂടുതൽ. അമ്മേ എന്ന് പറയുന്നതല്ലാതെ എന്തോ ഇങ്ങോട്ട് പറയുന്നത് സന്തോഷം. എല്ലാവർക്കും സന്തോഷം. മോനെ ഒരു അംഗീകാരങ്ങൾ കിട്ടേണ്ട ഒരു പടമാണ് ആടുജീവിതമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. മറ്റ് ഈ പറയുന്ന ഓരോരുത്തർ പറഞ്ഞ് പേടിപ്പിക്കും, ആ കിളി ഈ കിളി പൊളിറ്റിക്സ്, മറ്റേത് വിഭാഗീയത, മറ്റേത് ഇതൊക്കെ പറയാമെങ്കിലും ഇതിപ്പോൾ ഒന്നുമില്ലാതെ എൻ്റെ കുഞ്ഞിനെ കിട്ടിയില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാർ ഏർപ്പെടുത്തിയ ജൂറിയോട് എനിക്ക് നന്ദിയുണ്ട്. ബ്ലെസ്സിയോട് ഏറ്റവും ആദ്യം കടപ്പാട് നന്ദിയും ബ്ലെസ്സിയോടുണ്ട്, ബെന്യാമിനോടുണ്ട്. ഈ കഥാപാത്രം അവനിൽ വിശ്വാസപൂർവ്വം അങ്ങ് കൊടുത്തതിന് ഒരു അമ്മ എന്നുള്ള നിലയിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ഞാനിന്ന്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഷൂട്ടിങ് എനിക്കങ്ങ് മനസ്സനുവദിക്കുന്നില്ല, വേഗം വീട്ടിൽ പോകണം എന്നുള്ള ഒരു